നമസ്കാരം. ഡൈസിറെ മലയാളത്തിലെ ഏറ്റവും പുതിയ ഒരു ഹൊറർ ചിത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന, മനോഹരമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു പ്രണവിന് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി കൊടുക്കുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അത്ര മനോഹരമായിട്ട് സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ആകാംക്ഷ നിറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെയും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമ. നമുക്കറിയാം, ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ, നമ്മുടെ പഴയകാല ഹൊറർ സിനിമകളെ വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ സിനിമ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളിലൂടെയൊക്കെ എവിടേക്കോ ഒരു ഒരു നമ്മൾ പറയുന്ന പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. എന്തായാലും പ്രണവ് അത്യുഗ്രനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമ. രാഹുൽ സദാശിവന്റെ ബ്രഹ്മയുഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ ഹൊറർ മൂവീസിനോട് ഒരു താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ സദാശിവന്റെ വളരെ മികച്ചൊരു സിനിമയാണ്. 2 മണിക്കൂർ നമ്മളെ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, ഒരു പേടിയുടെ വേറൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ആകാംക്ഷയുടെ വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മനോഹരമായിട്ടുള്ള ഒരു സിനിമ. ഇതിൽ എന്താ പറയാ, ഇതിൽ നല്ല കുറെ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ സന്ദർഭങ്ങളാണ് കഥയിൽ ഉടനീളം നടക്കുന്നത്. എടുത്തു പറയേണ്ട അഭിനേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജയാക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്. അവര് എൽസമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിൽ അവരൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് ഓർക്കാനായിട്ട്. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതില് ഒരു ഹീറോയിന് പ്രാധാന്യം ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹീറോയിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ ഹീറോയിൻ ഒരു പ്രാധാന്യം ഈ സിനിമയിൽ, വില്ലന് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ വില്ലനും ഒരു പ്രാധാന്യമില്ല. സിനിമ ത്രൂ ഔട്ട് പോകുന്നത് ഇങ്ങനെ പ്രതീകാത്മകങ്ങളായിട്ടുള്ള ഈ ഒരു പ്രേതം, അല്ലെങ്കിൽ ആ ഒരു സോളിനെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ 2 സോൾസിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. ആ ഇന്റർവെല് വരെ നമ്മളെ വളരെയധികം ആകാംക്ഷയിൽ കൊണ്ടെത്തിക്കും. അതിനുശേഷം സിനിമ വേറൊരു തലത്തിലേക്ക് പോകുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ചെന്നെത്തുന്നത്. എന്തായാലും പ്രണവിന്റെ അതിമനോഹരമായിട്ടൊരു സിനിമ. രാഹുൽ സദാശിവന്റെ മേക്കിംഗ് അടിപൊളി, ക്യാമറ, സൗണ്ട്, ഓവറോൾ സിനിമ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അപ്പോൾ ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അടിപൊളി സിനിമയാണ്. തീർച്ചയായിട്ടും പ്രണവിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമയാണ്. അതുപോലെ മലയാളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ സിനിമയായിട്ട് ഇത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. താങ്ക് യു.